ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമായി സമാധാനമായി തീരത്തക്ക നിലയിൽ പ്രത്യാശ വർദ്ധിക്കുന്ന, വിശ്വാസത്തിൻ്റെ തലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്ന, ജീവിതത്തെ ധന്യമാക്കുന്ന ദൈവപ്രവർത്തികളെ കണ്ട് സന്തോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 6 വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയതലങ്ങളിൽ ആഴമായി പകരുന്ന ദൂത്, പുതിയ ചിന്തകൾ. വചനം പറയുന്നു, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ അവിശ്വസ്തരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെടാനുള്ള ദൈവിക പദ്ധതികൾ കാലതാമസം നേരിടുന്ന സാഹചര്യങ്ങളിൽ വിഷയങ്ങൾ എന്തായിത്തീരുമെന്നുള്ള ആകുലതകൾ. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ധന്യനായിരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ വെളിപ്പെടുത്തിയ ദൂത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളെ തിരിക്കുന്ന ഒരു ദിവസമായി പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ഈ ദൂത് ആഴമായി പകരുക. ജീവിതത്തിലെ വിഷയങ്ങളെ ഓർത്തുള്ള ആകുലതകൾ വിചാരപ്പെടരുത്. അതെന്താകും, എന്തു സംഭവിക്കും, എങ്ങനെ നടക്കും, ആര് സഹായിക്കും, ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ എത്രത്തോളം പ്രത്യാശയുണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഞാൻ ഇന്ന് വിചാരപ്പെടുവാണോ എൻ്റെ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ആകുലപ്പെടുന്ന ഒരു ഹൃദയമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് എങ്കിൽ നിശ്ചയമാണ് അതിനകത്ത് പ്രത്യാശയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലുള്ള വിശ്വാസത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്, പുതിയ ചിന്തകൾ. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഭവമാണ് പുതിയ ചിന്തകൾ. കാരണം എൻ്റെ ആകുലതകൾ പഴയ അനുഭവങ്ങളാണ്, എൻ്റെ വിചാരങ്ങൾ പഴയ തലങ്ങളാണ്. ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്നു എന്ന് തെളിയിക്കുന്നത് പുതിയ ചിന്തകളിലൂടെയാണ്, പുതിയ കാഴ്ചപ്പാടിലൂടെയാണ്, പുതിയ ദർശനത്തിലൂടെയാണ്. എൻ്റെ വിഷയം പഴയ അവസ്ഥയിൽ തുടരുമ്പോഴാണ് എനിക്ക് വിചാരങ്ങളുള്ളൂ. എൻ്റെ സ്ഥിതിക്ക് മാറ്റമില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആകുലതയുടെ കാര്യമുള്ളൂ. പക്ഷേ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ സ്ഥിതിക്ക് എൻ്റെ കർത്താവ് മാറ്റം വരുത്തും. അത് എനിക്ക് പുതിയ ചിന്തകളിലേക്ക് എന്നെ വഴി നടത്തും, പുതിയ ദർശനത്തിലേക്ക് എന്നെ വഴി നടത്തും. എൻ്റെ രോഗമേഖല, അതിനെക്കുറിച്ചുള്ള ആകുലതകളാണോ, ഭാരമാണോ, നിശ്ചയമാ അത് വിചാരപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. ഞാൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ്. നേരെ മറിച്ച് പുതിയ ചിന്ത, ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ മരുന്ന് നിർത്തലാക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇതിൽ തുടരുവാൻ അനുവദിക്കാതെ പുതിയ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ സൗഖ്യത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽ ഏതൊക്കെ വിഷയത്തിൽ കൂടിയാ കടന്നു പോകുന്നത്, ഏതൊക്കെ വൈഷമ്യമേറിയ തലത്തിൽ കൂടിയാ കടന്നു പോകുന്നത്, പുതിയ ചിന്തകൾ ജീവിക്കുവാൻ പ്രചോദനമാകുക, പുതിയ ചിന്തകൾ പ്രാർത്ഥിക്കുവാൻ പ്രചോദനമാകുക, പുതിയ ചിന്തകൾ ജീവിതത്തിൻ്റെ ഹൃദയതലങ്ങളിൽ സന്തോഷം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ആ നിലവാരത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. പുതിയ ചിന്തകൾക്ക് കാരണമാകുന്നൊരു ദിവസമായി തീരട്ടെ. പുതിയത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക, പുതിയ വിടുതലുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. എൻ്റെ സ്ഥിതിക്ക് പുതിയ തലങ്ങൾ തുറക്കപ്പെടാൻ പോകുന്നു, പുതിയ വഴികൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തരാൻ പോകുന്നു.
ഇപ്രകാരം ചിന്തകളെ ക്രമീകരിക്കുന്ന ദിവസമായി തീരട്ടെ. പുതിയ ചിന്തകൾ ദൈവത്തിൻ്റെ വൈതിലെ അത് ദൈവത്തോടടുപ്പിക്കും. കർത്താവിനെ സമ്പൂർണ്ണമായി സ്നേഹിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ, കർത്താവിനെ ആഴമായി ആശ്രയിപ്പാനും ദൈവത്തെ ആഴമായി വിശ്വസിക്കുവാനും ഇടയായിത്തീരും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അരുത് എന്ന കർത്താവ് പറഞ്ഞത്. അതൊരു കൽപ്പനയല്ലേ? ചെയ്യരുത് എന്ന് പറയുന്നത് അതൊരു കൽപ്പനയല്ലേ? അരുത് എന്ന കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വൈതിലെ ഇന്ന് പകൽ ആ വിചാരങ്ങളെ ഉപേക്ഷിക്കുക. ആ മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന ആ വിഷയങ്ങളെ ഹൃദയതലത്തിൽ ഇന്ന് പകൽ കാലം അതാകുലതയോടെ അല്ല കാണാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പുതിയ ചിന്തകൾ ഉരുത്തിരിയുന്ന ദിവസമായി തീരട്ടെ. അതിനകത്ത് വിടുതൽ നടക്കുമെന്നുള്ള പുതിയ ചിന്ത, അതിനകത്ത് മാറ്റം വരുമെന്നുള്ള പുതിയ കാഴ്ചപ്പാട്. എൻ്റെ ജീവിതം പുതിയ പുസ്തകം തുറക്കുന്നത് പോലെ എൻ്റെ തലമുറയുടെ ജീവിതം മാറുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറുന്നു. പുതിയ പുസ്തകം തുറക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ദൈവം വരുത്താൻ പോകുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുന്ന ദൈവം, ഇതിൽ കർത്താവിനെ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതം പുതിയതായിരിക്കും. നടക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്, ദൈവം ചെയ്യാൻ പോകുന്നത്, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് അപ്രകാരം പുതിയ ചിന്തകൾ കൊണ്ട് വിചാരത്തെ ജയിക്കുന്ന, ആകുലതകളെ ജയിക്കുന്ന ദിവസമായി തീരട്ടെ. കർത്താവ് പ്രവർത്തിക്കും. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ ദൈവം അത് തരും. കർത്താവ് കരങ്ങളിൽ തരും. പുതിയ ചിന്തകൾ കൊണ്ട് ജീവിതം നിറയ്ക്കുവാൻ ഇടയാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നികൽപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവ്. ആകുലതകൾ മാറട്ടെ, വിചാരങ്ങൾ മാറട്ടെ, പുതിയ ചിന്തകൾ പകർന്ന് ബലത്തോടെ നടക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവരുടെ വിഷയത്തിന്മേൽ സംഭവിക്കട്ടെ. കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഓരോ ദൈവമക്കളെയും വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.